എല്ലാവർക്കും ബിഗ് ജോസിലേക്ക് സ്വാഗതം. ബിഗ് ജോസ് സീസൺ 7 ആദ്യത്തെ കണ്ടസ്റ്റന്റ് സുനുമോളാണ്. വെൽക്കം സുനുമോൾ. എന്താ സുനുമോൾ, എന്താ കയ്യില്? ലാലേട്ടന് വലിയൊരു ബിഗ് ഫാനാണ് ഞാൻ. അതല്ലല്ലോ മോളെ എൻ്റെ ചോദ്യം, കയ്യിൽ എന്താ? ഓ ലാലേട്ട, അതിൻ്റെ പ്ലാച്ചിയാ, അതില്ലാതെ എനിക്ക് പറ്റില്ല. ഇതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിയില്ലേ മോളെ? അയ്യോ അങ്ങനെ പറയില്ല ലാലേട്ട, ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. ഇതില്ലാതെ ഞാൻ എന്ത് കണ്ടന്റ് ഇവിടെ കൊടുക്കാനാ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ്? മോൾക്ക് നന്നാ കരയാനറിയാമല്ലോ. 100 ദിവസം കരഞ്ഞോട്ട് നിന്നാൽ മതി. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും ലാലേട്ട. അയ്യോ ഒരു കാര്യം മറന്നുപോയി ലാലേട്ട, കാലിൽ തൊട്ട് തൊഴുതില്ല. ഏതായാലും നമുക്ക് നോക്കാം. സുനുമോൾ ഹൗസിനകത്തേക്ക് കയറിക്കോളൂ. ഓ അകത്ത് ചെന്നിട്ട് വേണം കരച്ചിൽ ഡ്രാമ ഇറക്കാൻ. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് വരാം. എനിക്ക് മേക്കപ്പ് ഇടാൻ സമയമായി. വെൽക്കം ബാക്ക് ടു ബിഗ് ജോസ് സീസൺ 7, co-produced by MG, YG ആൻഡ് LG. അടുത്ത കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹിന്ദി സീസണിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ജസായിൽ ആണ്. വെൽക്കം ജസായിൽ. ലാലേട്ട വെൽക്കം ജസായിൽ. മലയാളമൊക്കെ എങ്ങനെയാ, മനസ്സിലാകാറുണ്ടോ? കുരിച്ച് അറിയാൻ ലാലേട്ട. മലയാളികളോട് ജസായിലിന് എന്താ പറയാനുള്ളത്? പുരേ സ്നേഹം. ലാലേട്ട, ഞാൻ ലാലേട്ടൻ്റെ ബിഗ് ഫാനാ. അതെന്താ ഈ സ്റ്റേജിൽ വരുന്ന എല്ലാവരും എൻ്റെ ബിഗ് ഫാനാണെന്ന് പറയുന്നേ? അങ്ങനെയല്ലേ ലാലേട്ട ലാലേട്ടനെ സോപ്പിടാൻ പറ്റൂ. ഫാൻ അല്ലെങ്കിൽ പോലും നമ്മൾ ബിഗ് ബോസിൽ വന്നാൽ ഫാനാണെന്ന് വേണം പറയാൻ. ഓക്കെ, ഹൗസിനുള്ളിലേക്ക് പോയിക്കോളൂ. താങ്ക് യു ലാലേട്ട, താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ ബിഗ് ബോസ് സീസണിലെ ഫസ്റ്റ് കോമണറായ ജനീഷ്. വെൽക്കം ജനീഷ്. വെൽക്കം ജനീഷ്. താങ്ക് യു സാർ. ജനീഷിന് എന്ത് തോന്നുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ? ലാൽ സാർ, ഞാനൊരു കോമണറാണ്. ആ മോനെ എനിക്കറിയാം, കോമണറാണ്. ലാൽ സാർ, ഞാനൊരു കോമണറാണ്. മോനെ അതെനിക്കറിയാം, വേറെ പറയൂ. എന്താ മോനെ അകന്ന് നിൽക്കുന്ന, അടുത്ത് വന്നേ. ഇല്ല ലാൽ സാർ, ഇതെൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്, ഞാൻ അടുത്ത് വരില്ല ആരുടെ. മോനെ ആ സ്ട്രാറ്റജി ഹൗസിനകത്ത് മതി, ഇപ്പോൾ അടുത്ത് നിന്നോളൂ. ലാൽ സാർ, ഞാനൊരു കോമണറാണ്, ബാക്കിയുള്ളവരെല്ലാം ആർട്ടിസ്റ്റാണ്. മോനെ ഇങ്ങനെ അല്ലാതെ അടിക്കല്ലേ മോനെ. സുപ്രഭാതം ലാൽ സാർ. ആ മോനെ സുപ്രഭാതം, അകത്തോട്ട് കയറിക്കോളൂ. ലാലേട്ട, ഞാൻ ലാലേട്ടൻ്റെ ഒരു വലിയൊരു ബിഗ് ഫാനാണ്. ഓ നന്ദിയുണ്ട് മോനെ. സുപ്രഭാതം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. അടുത്തതായി ബിഗ് ജോസ് സീസൺ 7 വന്നിരിക്കുന്ന അടുത്ത കണ്ടസ്റ്റൻറ്റ് ആര്യൻ. ലാലേട്ട, ഞാൻ ലാലേട്ടൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ്. ആ മോനെ, ഇതിവിടെ വരുന്ന എല്ലാവരും പറയാറുള്ളതാ. ലാലേട്ട, ഞാൻ ഓട്ടിന് വേണ്ടിയൊന്നുമല്ല പറയുന്നത്, ഞാൻ ഉള്ളതാ പറയുന്നത്. മോനെ, നമ്മൾ ഇതൊക്കെ ഒരുപാട് കണ്ടതാ, ഇങ്ങോട്ട് ഊതല്ലേ മോനെ. ലാലേട്ട, എന്നെ കാണാൻ രൺബീർ കപൂറിന്റെ ചായ ഇല്ലേ? ആ മോനെ, മോൻ ഹൗസിലോട്ട് പോയിക്കോളൂ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആദില അന്നൂറ. എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിച്ചതിന്? നല്ല സന്തോഷമുണ്ട് ലാലേട്ട. നന്ദിയുണ്ട് വല്യണ്ണ. നിങ്ങൾ ഇന്നു മുതൽ ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ജോസ് നിങ്ങളെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഹൗസിനുള്ളിലേക്ക് കയറ്റുന്നത്. ഈ ഉടായ്പൊക്കെ ഞങ്ങൾക്കറിയാം. ഒറ്റ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിരിക്കാനല്ലേ. ഏതായാലും നന്നായിട്ട് കളിച്ചു വരൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലാലേട്ട. അടുത്ത നമ്മുടെ കണ്ടസ്റ്റന്റ് സീരിയൽ ആർട്ടിസ്റ്റായ ഷോനവാസ്. ലളിത, ഞാൻ ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെ എല്ലാവരുടെയും ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണ്. ആയിക്കോട്ടെ മോനെ ഈ ഹൗസിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാനാണ് മോൻ്റെ തീരുമാനം? ലളിത, എൻ്റെ പെങ്ങളൂട്ടിമാർ ഇതിനകത്തുണ്ട്, അവരെ ഒന്ന് കാണണം, അവരെ സേഫാക്കണം, അതാ എൻ്റെ മെയിൻ. മോനെ, ഞാൻ മോനൊരു കോംബോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജനീഷ്, മോൻ പോയി മിത്രമാക്കിക്കോ. പുറകെ നടന്നിട്ടായാലും ഞാൻ മിത്രമാക്കും ലളിത. മിത്രമേ, എൻ്റെ മിത്രമേ.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. ശുഭദിനം. ഗുഡ് നൈറ്റ്. ദിസ് ഈസ് ബിഗ് ബോസ് സീസൺ 7 co-produced by LG MG IG. ശുഭദിനം.